സ്വാമി ശരണം. മഹാലക്ഷ്മിയും തുളസീദേവിയും അവതാരം ചെയ്തത് തൃക്കാർത്തിക നാളിലാണ്. തൃക്കാർത്തിക വ്രതം അനുഷ്ഠിച്ചാൽ സർവ്വ ഐശ്വര്യങ്ങളും സിദ്ധിക്കും എന്നാണ് പറയുന്നത്. വൃശ്ചികത്തിലെ 3 നാളുകളിലാണ് വ്രതം അനുഷ്ഠിക്കേണ്ടത്. വൃശ്ചികത്തിലെ കാർത്തിക നാളിൽ ദീപങ്ങളാൽ ആഘോഷഭരിതമാക്കുകയും വ്രതം അനുഷ്ഠിക്കുകയും ചെയ്യുന്നത് വളരെ പ്രാധാന്യത്തോടെ ചെയ്യുന്ന ഒന്നാണ്. തൃക്കാർത്തിക എന്ന് വിളിക്കുന്ന വൃശ്ചികത്തിലെ കാർത്തിക നാളും പൗർണമിയും ഒന്നിച്ചു വരുന്ന ഈ ദിവസം ദേവി ആദിപരാശക്തിയുടെ ജന്മനാളായി കണക്കാക്കപ്പെടുന്നു. കൂടാതെ പാൽക്കടലിൽ മഹാലക്ഷ്മി അവതാരം ചെയ്തതും തുളസീദേവി അവതാരമെടുത്തതും ശിവപാർവതി പുത്രനായ സുബ്രഹ്മണ്യനെ പരിപാലിക്കാൻ കൃതികാ ദേവിമാർ അവതാരം ചെയ്തതും ഈ ദിവസം തന്നെയാണ് എന്നാണ് വിശ്വാസം. തൃക്കാർത്തിക വ്രതം അനുഷ്ഠിക്കുന്നവർക്ക് ലക്ഷ്മി പ്രീതിയും വിഷ്ണു പ്രീതിയും ശിവപാർവതി പ്രീതിയും സുബ്രഹ്മണ്യ പ്രീതിയും ഒരേപോലെ കരഗതമാകും. തൃക്കാർത്തിക വ്രതം അനുഷ്ഠിച്ചാൽ മനോസുഖവും ദാരിദ്ര്യശമനവും ഉണ്ടാകും എന്നാണ് പറയുന്നത്. സർവൈശ്വര്യങ്ങളും സിദ്ധിക്കും. തൃക്കാർത്തിക വ്രതം 3 ദിവസങ്ങളായിട്ടാണ് അനുഷ്ഠിക്കേണ്ടത്. വൃശ്ചികത്തിലെ ഭരണി, കാർത്തിക, രോഹിണി എന്നീ 3 നാളുകളിലാണ് വ്രതം അനുഷ്ഠിക്കേണ്ടത്. തൃക്കാർത്തിക വ്രതം ആചരിക്കുന്നതിന് ചില കാര്യങ്ങൾ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അശ്വതി നാളിൽ ഗൃഹവും പരിസരവും ശുദ്ധിയാക്കി വ്രതത്തിനായി നിങ്ങൾ തയ്യാറെടുക്കണം. ഭരണി നാളിൽ അതിരാവിലെ ഉണർന്ന് കുളിച്ച് ശുദ്ധിയായി നെയ്വിളക്ക് കൊളുത്തി ദേവിയെ ഭജിക്കാം. ലക്ഷ്മി വിളക്കും നിങ്ങൾക്ക് കത്തിക്കാവുന്നതാണ്. ശേഷം ക്ഷേത്ര ദർശനം നടത്തി തുളസി തീർത്ഥം സേവിച്ചതിന് ശേഷം ജലപാനം നടത്തുന്നതാണ് ഉത്തമം. ഈ ദിവസം ദേവീ കീർത്തനങ്ങൾ, ദേവീ മാഹാത്മ്യം, ദേവീ ഭാഗവതം എന്നിവ പാരായണം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. കാർത്തിക നാളിലും രോഹിണി നാളുകളിലും ഭരണി നാളുകളിലെ പോലെ തന്നെ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. വ്രത ദിവസങ്ങളിൽ സസ്യാഹാരം തന്നെ നിങ്ങൾ പാലിക്കണം. എണ്ണ തേച്ചുള്ള കുളിയും പകലുറക്കവും ഒഴിവാക്കുക. ശരീരശുദ്ധി പോലെ തന്നെ മനഃശുദ്ധിയുടെ കാര്യത്തിലും നിങ്ങൾ ശ്രദ്ധിക്കുക. എപ്പോഴും ദേവിയെ സ്മരിക്കുക. വ്രത ദിവസങ്ങളിൽ നിത്യവും സന്ധ്യയ്ക്ക് ലളിതാ സഹസ്രനാമം ജപിക്കുക. ഇതൊക്കെ നിങ്ങൾ പാലിക്കേണ്ടതാണ്. ലളിതാ ത്രിശതി സ്തോത്രം, മഹാലക്ഷ്മി അഷ്ടകം, മഹാലക്ഷ്മി അഷ്ടോത്തര ശതനാമവേലി എന്നിവ ജപിക്കുന്നത് വളരെ വിശേഷമാണ്. ദോഷങ്ങൾ അകലുവാനും ആയുരാരോഗ്യം സിദ്ധിക്കാനും ഇത് നല്ലതാണ്. വെറ്റിലയ്ക്കുള്ളിൽ നെല്ലിക്കയും നാണയവും വച്ച് ദേവിക്കത് സമർപ്പിച്ച് കനകധാരാ സ്തോത്രം ജപിച്ചാൽ ദാരിദ്ര്യവും കടബാധ്യതയും അകന്ന് സമ്പൽ സമൃദ്ധി ഉണ്ടാകും എന്നാണ് പറയപ്പെടുന്നത്. തൃക്കാർത്തിക ദിവസം സന്ധ്യയ്ക്ക് മൺചെരാതിൽ ദീപം കൊളുത്തി വെക്കുന്നത് ഐശ്വര്യപ്രദമാണ്. കുടുംബസുഖത്തിനും കുടുംബാഭിവൃദ്ധിക്കും ഇത് വളരെയേറെ നല്ലതാണ്. ദേവിയെ നമ്മുടെ വീട്ടിലേക്ക് ആനയിക്കുന്നു എന്നാണ് കാർത്തിക ദീപം തെളിയിക്കുന്നതിൻ്റെ സങ്കല്പം. കാർത്തിക ദീപം കൊളുത്തിയ ശേഷം ദേവീസ്തുതികൾ ജപിക്കാവുന്നതാണ്. രോഹിണി നാളിലും വ്രതം അനുഷ്ഠിക്കേണ്ടതുണ്ട്. വ്രതം അവസാനിപ്പിക്കുന്നതും അന്ന് തന്നെയാണ് വേണ്ടത്. രോഹിണി നാളിൽ രാവിലെ തന്നെ തുളസി തീർത്ഥം സേവിച്ച് ദേവീ പാരണം നടത്തി വൈകുന്നേരത്തെ ജപവും തീർത്തതിന് ശേഷം ദേവിയെ സ്മരിച്ച് വ്രതം അവസാനിപ്പിക്കാവുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് തൃക്കാർത്തിക വ്രതത്തിന് പൂർണ്ണ ഉപവാസം നിഷിദ്ധമാണ് എന്നതാണ്. ഒരു നേരം അരിഭക്ഷണവും ഭക്ഷിച്ച് ഒരിക്കലെടുത്ത് നിങ്ങൾക്ക് വ്രതം അനുഷ്ഠിക്കാവുന്നതാണ്.